വേനൽ കനത്തു തുടങ്ങിയതോടെ ഹൈറേഞ്ചിൽ കാട്ടുതീ സാധ്യതയും വർദ്ധിച്ചു. പോയ വർഷങ്ങളിലൊക്കെയും വിവിധയിടങ്ങളിൽ കാട്ടുതീ പടരുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. വനമേഖലകളും കൃഷിയിടങ്ങളും കൂടുതൽ വരളുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. കാട്ടുതീ പടരുന്ന സാഹചര്യത്തിന് ആളുകൾ ഇടവരുത്തരുതെന്ന് അഗ്നിശമന സേന അടിമാലി സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു. മഴ മാറി ദിവസങ്ങൾ പിന്നിട്ടതോടെ ഹൈറേഞ്ചിൽ വേനൽ കനക്കുകയാണ്. അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ജലലഭ്യത കുറയുകയും ചെയ്തിട്ടുണ്ട്. പുൽമേടുകൾ പൂർണ്ണമായി കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. വനമേഖലകളിലെ അടിക്കാടുകളും കരിഞ്ഞു. ജലലഭ്യതയില്ലാത്ത കർഷകരുടെ കൃഷിയിടങ്ങളും വരൾച്ചാ ഭീഷണിയിലാണ്. വേനൽ കനത്തതോടെ ഹൈറേഞ്ചിൽ കാട്ടുതീ സാധ്യതയും വർദ്ധിച്ചു. പോയ വർഷങ്ങളിലൊക്കെയും വിവിധയിടങ്ങളിൽ കാട്ടുതീ പടരുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. വനമേഖലകളും കൃഷിയിടങ്ങളും കൂടുതൽ വരളുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. കാട്ടുതീ പടരുന്ന സാഹചര്യത്തിന് ആളുകൾ ഇടവരുത്തരുതെന്ന് അഗ്നിശമന സേന അടിമാലി സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു. വേനൽ അതിശക്തമായതോടെ ചൂട് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് വളരെയധികം ഫയർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശം കൂടുതലായിട്ടും വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ കൃഷി ഭൂമികളും ആണ്. അപ്പോൾ അതോടൊപ്പം ഈ ചെറിയ കുറ്റിക്കാടുകളും എല്ലാം പടർന്നു നിൽക്കുന്നതുകൊണ്ട് വളരെയധികം തീ പിടിക്കാനുള്ള സാധ്യത കൂടിയൊക്കെയാണ്. കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആളുകൾ കൃഷി സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് തീയിടുകയും ആ തീ പടരുകയും ചെയ്യുന്നത് മൂലം വളരെ വലിയ വിപത്തിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ പ്രധാനമായിട്ടും ഇത്തരം ഈ പ്രവൃത്തികളിൽ തീയിടുന്ന പ്രവൃത്തി, അതുപോലെ തന്നെ ചൂട് കൂടി നിൽക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനമില്ലാതെ തീയിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ താമസ സ്ഥലം ഉള്ള വീടുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഫയർ ലൈൻ തെളിക്കുകയും നമ്മുടെ കൃഷിയിടങ്ങളും മറ്റ് സംവിധാനങ്ങളും തെളിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് തീ വ്യാപിക്കുന്നതിനുള്ള സാഹചര്യം ഓരോരുത്തരും ഒഴിവാക്കി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾ കൂടുതലായി താമസിക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ സുഗമമായി പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന മാർഗമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്തിച്ചേരുന്നതിനുള്ള കാലതാമസം മിക്കവാറും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പാതയോരങ്ങളിലും വനാതിർത്തികളിലുമൊക്കെ തീ പടർത്തുന്ന സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ആളുകൾ മുതിരരുതെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ നിർദ്ദേശം നൽകുന്നു. ചൂട് കൂടി നിൽക്കുന്ന പകൽ സമയങ്ങളിൽ അശ്രദ്ധമായി പറമ്പുകളിലും കൃഷിയിടങ്ങളിലും വീടുകൾക്കരികിലും മറ്റും തീയിടരുത്. പുറത്തെവിടെയെങ്കിലും തീ കത്തിച്ചാൽ പൂർണ്ണമായി തീ അണച്ചുവെന്ന് ഉറപ്പുവരുത്തണം. തീ പടരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അശ്രദ്ധമായി സിഗരറ്റ് കുറ്റിയും മറ്റും വലിച്ചെറിയരുത്. കാട്ടുതീ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഫയർ ലൈൻ തെളിച്ച പ്രതിരോധമൊരുക്കുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും വകുപ്പുകൾ നിർദ്ദേശം നൽകുന്നു.